നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സമാധാന ചർച്ചകൾക്കുള്ള ഇറാന്റെ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതിന് പിന്നാലെ US-ഇസ്രായേൽ സഖ്യത്തിന് നേരെ പുതിയ തരം ആയുധം ഉപയോഗിക്കുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ ഭീഷണി. ശത്രു സൈന്യത്തെ ഹൃദയാഘാതം പിടിപ്പിക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ അവർ ഭയക്കുന്ന പുതിയ ആയുധം വൈകാതെ തങ്ങളുടെ ആയുധപ്പുരയിൽ നിന്ന് പുറത്തെടുക്കുമെന്നാണ് ഇറാൻ നാവികസേനാ മേധാവി റിയർ അഡ്മിറൽ ഷഹ്റാം ഇറാനി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും മാരകമായിട്ടുള്ള ആയുധങ്ങൾ, അതും ശത്രുക്കൾക്ക് അറ്റാക്ക് സംഭവിപ്പിക്കും വിധത്തിലുള്ള ആയുധങ്ങളാണ് ഇനി തങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. എല്ലാ വഴികളും ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. ചർച്ചകൾക്കൊന്നും തന്നെ വിളിച്ചപ്പോൾ പോയില്ല. ഇനിയിപ്പോൾ ഉള്ളത് ഇത്തരത്തിൽ തങ്ങളുടെ കയ്യിൽ മാരകമായിട്ടുള്ള ആയുധങ്ങളുണ്ട്, അത് ഞങ്ങൾ പുറത്തെടുക്കും, നിങ്ങളെ ജീവനോടെ മുക്കും എന്നൊക്കെയുള്ള ഭീഷണി മാത്രമേ ഇനി ഇറാന് മുൻപിലുള്ള വഴി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഇത്തരത്തിലൊരു ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് പോലെ ഉപരോധം നീക്കുന്നതിന് പകരമായി കടലിടുക്ക് വീണ്ടും തുറക്കാമെന്ന് ഇറാന്റെ ഒത്തുതീർപ്പ് നിർദ്ദേശം ട്രംപ് ചവറ്റുകുട്ടയിൽ എറിഞ്ഞതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ തൽക്കാലം മാറ്റിവെക്കണമെന്ന് ഇറാന്റെ ആവശ്യം അമേരിക്ക അംഗീകരിച്ചില്ല. ഇറാന്റെ എണ്ണ വഹിച്ചുകൊണ്ട് പോകുന്ന കപ്പലുകൾ തടയുന്നതിനും അവയിലെ ചരക്ക് കണ്ടുകെട്ടുന്നതിനും അമേരിക്ക സ്വീകരിക്കുന്ന നയങ്ങളെയും ഇറാൻ രൂക്ഷമായി വിമർശിച്ചു. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ആഗോള ഊർജ്ജ സുരക്ഷയെ ഇത് അപകടത്തിലാക്കുന്നുവെന്നാണ് ഇറാൻ നിരീക്ഷിക്കുന്നത്. തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അമേരിക്കൻ കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കുന്നതിനും സൈനികമായും നിയമപരമായും സാധ്യമായ എല്ലാ വഴികളും തേടുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വാഷിംഗ്ടൺ ഇത്തരം പ്രകോപനപരമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോള വ്യാപാര പാതകളെയും പ്രാദേശിക സുരക്ഷയെയും ബാധിക്കുമെന്നും അത് അമേരിക്കയ്ക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനിൽ ഭരണ അട്ടിമറിക്ക് അമേരിക്ക ശ്രമിച്ചെന്നും പാർലമെന്റ് സ്പീക്കർ MP ഗാലിബാഫ് വിശദമാക്കുന്നത്. ഇസ്ഫഹാനിൽ സേനയെ ഇറക്കാൻ അമേരിക്ക ശ്രമിച്ചുവെന്നും ഇത് ദയനീയമായി പരാജയപ്പെട്ടുവെന്നും ഗാലിബാഫ് കൂട്ടിച്ചേർത്തു. പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് ഗാലിബാഫ് വിശദമാക്കിയത്. അമേരിക്കയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പൽ എബ്രഹാം ലിങ്കണ് നേരെയും ഇറാൻ 7 തവണ മിസൈൽ ആക്രമണം നടത്തിയതായി നാവികസേനാ മേധാവി അറിയിച്ചു. പക്ഷേ അതൊന്നും തന്നെ അതിന്റെ 7 അയലത്ത് ചെന്ന് പെട്ടില്ല എന്നുള്ളതാണ്. ഈ ആക്രമണങ്ങളിലൂടെ കപ്പലിൽ നിന്നുള്ള US യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ തങ്ങൾക്ക് സാധിച്ചുവെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തന്ത്രപ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ 100ഓളം തിരിച്ചടികൾ നൽകിയതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും അമേരിക്ക അതൊന്നും ഔദ്യോഗികമായി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇറാനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഉപരോധത്തിന് കീഴിൽ ഇറാൻ ചോക്കിംഗ് ലൈക്ക് എ സ്റ്റഫ്ഡ് പിഗ്, അതായത് ഒരു സ്റ്റഫ്ഡ് പന്നിയെ പോലെ ശ്വാസം മുട്ടുകയാണ് ഇറാൻ ഇപ്പോൾ എന്നുള്ള വളരെ രൂക്ഷമായിട്ടുള്ള ഇറാനെ കുറിക്കുകൊള്ളുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. ഉപേക്ഷിക്കേണ്ടി വരും ഒടുവിൽ പല തീരുമാനങ്ങളും എന്നും ഇറാനോട് ട്രംപിന്റെ മുന്നറിയിപ്പ് വരുന്നുണ്ട്. ആക്സിയോസിനോടാണ് ട്രംപ് ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ടെഹ്റാൻ അതിന്റെ ആണവ അഭിലാഷങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അമേരിക്ക സമ്മർദ്ദം കുറയ്ക്കില്ലെന്നും ട്രംപ് തറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ചില പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കില്ലെന്ന് ഉറപ്പില്ലാതെ ഒരു കരാറും ഉണ്ടാകില്ലെന്നും ഊന്നിപ്പറഞ്ഞു. അതേസമയം ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ശത്രു രാജ്യങ്ങൾക്കായി ഇറാൻ പൂർണ്ണമായും അടച്ചു. അറേബ്യൻ കടലിൽ നിന്നുള്ള പ്രവേശനമാണ് ഇറാൻ സൈന്യം തടഞ്ഞിരിക്കുന്നത്. ഇവിടേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഏത് കപ്പലിനും നേരെ താമസമില്ലാതെ സൈനിക നടപടി ഉണ്ടാകുമെന്നും അഡ്മിറൽ ഇറാനി പറഞ്ഞിരിക്കുന്നു. ഇറാന്റെ എണ്ണക്കപ്പലുകൾ അമേരിക്ക തടയുന്നത് വെറും കടൽ കൊള്ളയല്ലെന്നും ജീവനക്കാരെ ബന്ദികളാക്കുന്ന ക്രൂരതയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളിയ ട്രംപ് ഉപരോധം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബോംബിങ്ങിനേക്കാൾ ഫലപ്രദം ഉപരോധമാണ്. ഇത് അവർക്ക് കൂടുതൽ ദോഷം ചെയ്യും. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ
അനുവദിക്കില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ആണവായുധ ചർച്ചകൾ നീട്ടിവെക്കാനുള്ള ഇറാന്റെ ശ്രമം അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൗസും വ്യക്തമാക്കി. ഇതോടെ മേഖലയിലെ സംഘർഷം വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകുമെന്നും ഉറപ്പായി. ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ ദീർഘകാല ഉപരോധത്തിന് തയ്യാറെടുക്കാൻ US ഉദ്യോഗസ്ഥർക്കും ട്രംപ് നിർദ്ദേശം നൽകിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ബോംബിംഗ് നടത്തുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നതും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ ഉപരോധം നീട്ടലാണ് എളുപ്പമെന്നും ട്രംപ് വിശ്വസിക്കുന്നു. ആണവ വിഷയം പരിഗണിക്കപ്പെടാത്ത ഒരു കരാർ എങ്ങനെ ഒപ്പുവെക്കാനാകുമെന്നും അവർക്കറിയില്ലെന്നും മിടുക്കരായി ഇറാൻ ഉടൻ കരാറിൽ ഒപ്പുവെക്കണമെന്നും തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലും ട്രംപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചർച്ചകൾ വഴിമുട്ടിയതിന് പിറകെ 2 ആഴ്ച മുമ്പാണ് അമേരിക്ക ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ ഉപരോധം പ്രഖ്യാപിച്ചത്. ഇതോടെ ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതോ അവിടേക്കുള്ളതോ ആയ കപ്പലുകൾ മടക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്തു. ഇറാൻ കപ്പലുകൾ US-ഉം മറ്റുള്ളവയുടേത് ഇറാനും മുടക്കിയതോടെ ഹോർമുസ് വഴി ചരക്ക് കടത്ത് ഏകദേശം സമ്പൂർണ്ണമായി നിലച്ച നിലയിലാണ്. ആണവ വിഷയം ഒഴിവാക്കി പുതിയ കരാറിൽ എത്താമെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അത് നടക്കില്ലെന്ന് ട്രംപ് പറയുന്നു. നിലവിൽ ഇറാന്റെ പക്കൽ 440 കിലോ യുറേനിയം ഉണ്ടെന്നാണ് കരുതുന്നത്. ഇവ 60% സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്. കൂടുതൽ സമ്പുഷ്ടീകരണം നടത്തിയാൽ ഇവ ഉപയോഗിച്ച് ആണവായുധങ്ങളേറെ നിർമ്മിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ബദൽ വ്യാപാര മാർഗങ്ങൾ വികസിപ്പിച്ച് ഉപരോധം മറികടക്കാമെന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. നിലവിൽ റഷ്യ ഉൾപ്പെടെ രാജ്യങ്ങളുമായി സഹകരണം മെച്ചപ്പെടുത്തി മേഖലയിൽ മേൽക്കൈ ഉറപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളാണ് ഇറാൻ സജീവമാക്കിയിരിക്കുന്നത്. ശതകോടികളുടെ എണ്ണ വ്യാപാരം നിലച്ചതോടെ ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. ഇറാൻ റിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നേരിടുകയാണ്. $1 18 ലക്ഷം ഇറാൻ റിയാൽ എന്ന നിലയിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. അതിനിടെ ദക്ഷിണ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഒരു ഇന്റലിജൻസ് കമാൻഡറെയും മകനെയും കൊലപ്പെടുത്തിയതായിട്ടും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ ഒരു സംഘർഷവും അമേരിക്ക ഇപ്പോൾ ബോംബിങ്ങിനേക്കാൾ നല്ലത് ഉപരോധമാണ് എന്നുള്ള പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇറാൻ ചോക്കിംഗിലേക്ക് സ്റ്റഫ്ഡ് പിഗ് എന്നുള്ള ചില രൂക്ഷമായിട്ടുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ ട്രംപ് ഇറാന് നേരെ നടത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ നാവികസേനയുടെ ഭാഗത്തു നിന്നും കടലിൽ ഇപ്പോൾ നിരന്നിട്ടുള്ള അമേരിക്കയുടെ പല പടക്കപ്പലുകൾക്ക് നേരെയും ഇറാൻ ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ചയിൽ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്.